നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇവിടെ നിൽക്കണത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഗൗരി പറഞ്ഞു. മറ്റെവിടെ പോകാനാ നീ? ആ വീട്ടിലേക്കോ? വേഗം ചെല്ല്, ആ കിളവനെ കൊണ്ട് തന്നെ നിന്നെ കെട്ടിച്ചോളും, രവി അവളെ കളിയാക്കി പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടം വന്നു. അവൾ അവിടുന്ന് വേഗം കിച്ചണിലേക്ക് പോയി. അത് കണ്ട് ദേവന് ദേഷ്യം വന്നു. അവൻ ദേഷ്യത്തോടെ രവിയെ തന്നെ നോക്കിയിരുന്നു. ആ കൊച്ചിനെ കരയിച്ചപ്പോൾ നിനക്ക് സന്തോഷമായോടാ? രാമേട്ടൻ ചോദിച്ചു. ദേവന്റെ നോട്ടത്തിൽ ഒന്ന് ഭയന്ന് രവി പറഞ്ഞു. ഞാൻ അവളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. ഇവിടുന്ന് പോയാൽ ചിലപ്പോൾ ആ സ്ത്രീ ഇവളെ അയാളെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ചെന്ന് വരും. അത് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് രവി അവിടുന്ന് എഴുന്നേറ്റ് കൈ കഴുകി കിച്ചണിലേക്ക് ചെന്നു. ഗൗരി അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. രവിയെ കണ്ടതും അവൾ വേഗം കണ്ണു തുടച്ച് അവിടെ പണികൾ ചെയ്തുകൊണ്ട് നിന്നു. ഗൗരി, നീ സങ്കടപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. ഇവിടെ നിൽക്കാൻ നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ചെന്നാൽ അങ്ങനെ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചതാ, രവി പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ അതിനെയെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് വന്നതാ. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ എനിക്ക് സങ്കടം വരുമൊന്നുമില്ല, ഗൗരി പറഞ്ഞു. പിന്നെന്തിനാ നീ കരഞ്ഞത്? ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ വേറെ എവിടെ പോകുമെന്ന് ഓർത്തിട്ടോ? നിന്നെ ഇവിടുന്ന് ആരും പറഞ്ഞു വിടൊന്നുമില്ല. നീയും ഇപ്പോൾ ഞങ്ങളിൽ ഒരാൾ തന്നെയല്ലേ. ഇവിടെ സങ്കടപ്പെട്ട് നിൽക്കാതെ അവിടെ വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്ക്, രവി പറഞ്ഞു. എനിക്കിപ്പോൾ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം, ഗൗരി പറഞ്ഞു. അത് പറ്റില്ല, നീയും ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ് രവി അവളെ നിർബന്ധിച്ച് വിളിച്ചു. വേണ്ട, നിങ്ങളുടെ കഴിഞ്ഞിട്ട് കഴിച്ചോളാം, ഗൗരി പറഞ്ഞു. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, വാ ഇവിടെ എന്ന് പറഞ്ഞ് രവി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ചെയറിലിരുത്തി. രവിയുടെ ആ പ്രവൃത്തിയിൽ അവൾ അത്ഭുതപ്പെട്ട് അവനെ തന്നെ നോക്കി. ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്ക് എന്ന് പറഞ്ഞ് രവി അവൾക്കൊരു പ്ലേറ്റ് എടുത്ത് വെച്ചു കൊടുത്തു. ദേവനും അത്ഭുതത്തോടെ രവിയുടെ പ്രവൃത്തിയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആവശ്യമുള്ളതെടുത്ത് കഴിക്ക് എന്ന് പറഞ്ഞ് രവി കഴിക്കാനുള്ളത് കൊണ്ടുവന്നു വച്ച പാത്രമെടുത്ത് അവളുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. അന്നോളം അവൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരാനന്ദം അവളിലുണ്ടായി. അവൾ രവിയുടെ മുഖത്തു നോക്കി പുഞ്ചിരിച്ചു. അവളുടെ മിഴികളിൽ നിന്ന് അശ്രുകണങ്ങൾ ധാരയായി പൊഴിഞ്ഞുകൊണ്ടിരുന്നു. നിന്നെ ഇവിടുന്ന് ആരും പറഞ്ഞു വിടില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ കരയുന്നത്? എടുത്തു കഴിക്ക്. ഇനി എന്നും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ മതി. ഇത്രയും വർഷങ്ങൾ രാമേട്ടൻ കഴിച്ചോ കഴിക്കുന്നുണ്ടോ എന്ന് പോലും ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഞങ്ങളിരുന്ന് കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകും. കഴിക്കാനുള്ളത് ഉണ്ടാക്കിത്തരുന്ന ആൾ കഴിക്കുന്നുണ്ടോ എന്ന് ഇതുവരെ ശ്രദ്ധിച്ചിരുന്നില്ല. വന്ന് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. എങ്കിലും നീ അത് ശ്രദ്ധിച്ചുവല്ലോ. ഇപ്പോഴാ ഇതുവരെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന തെറ്റ് മനസ്സിലായത്. രാമേട്ടനെ അങ്ങനെ തനിച്ചാക്കാൻ പാടില്ലായിരുന്നു. രാമേട്ടൻ മാത്രമല്ല, ഇനി നീയും തനിച്ചിരുന്ന് കഴിക്കുന്നില്ല. എല്ലാവരും ഒപ്പം ഇരുന്ന് കഴിച്ചാൽ മതി. എടുത്ത് കഴിക്ക് എന്ന് ഗൗരിയോട് പറഞ്ഞ ശേഷം അവൻ രാമേട്ടനോട് പറഞ്ഞു. രാമേട്ടാ, സോറി. ഇത്രയും വർഷങ്ങൾ രാമേട്ടനെ ഞങ്ങൾ തനിച്ചാക്കി. തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് രവി ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. എടാ, ഞാൻ തനിച്ചായി പോയെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഭക്ഷണം ഉണ്ടാക്കുന്നതും അത് സന്തോഷത്തോടെ വിളമ്പിത്തരുന്നതും എൻ്റെ കടമയല്ലേ. എന്തൊക്കെ കുറ്റങ്ങളുണ്ടെങ്കിലും ഒരു പരാതിയും പറയാതെ നിങ്ങളതെല്ലാം ആസ്വദിച്ച് കഴിച്ചിരുന്നില്ലേ. അതിൽ കൂടുതൽ എനിക്ക് എന്താടാ വേണ്ടത്, രാമേട്ടൻ രവിയോട് പറഞ്ഞു. രാമേട്ടൻ ഉണ്ടാക്കുന്നതിൽ കുറ്റങ്ങളുണ്ടായിരുന്നെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾക്കത് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ആസ്വദിച്ച് കഴിച്ചിരുന്നത്. ഇപ്പോഴാ ആസ്വദിച്ച് കഴിക്കാൻ പറ്റാതെ ആയത്. എല്ലാത്തിലും വെജിറ്റബിൾ കട്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞ് ദേവൻ ഗൗരിയെ നോക്കി. കൊന്നതിനെയും ചത്തതിനെയും മാത്രം കഴിച്ച് ശീലിച്ചിട്ടാ നിങ്ങൾക്കിങ്ങനെ രാക്ഷസ സ്വഭാവം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരുന്നതും വഴക്കുണ്ടാക്കുന്നതും അതുകൊണ്ടാ. മൃഗങ്ങൾക്ക് പോലും സഹവാസികളോട് സ്നേഹവും കരുണയുണ്ടാവും. നിങ്ങൾക്കതില്ലല്ലോ, ഗൗരി പറഞ്ഞു. അതടി, എനിക്ക് സഹവാസികളോട് സ്നേഹവും കരുണയില്ല. എന്തിനാ നിങ്ങളോടെല്ലാം ഞാൻ സ്നേഹവും കരുണയും കാണിക്കേണ്ടത്? ദേവൻ ഗൗരിയോട് ദേഷ്യപ്പെട്ടു. ഇത് തന്നെയാ രാക്ഷസ സ്വഭാവം, ഗൗരി പറഞ്ഞു. ഗൗരി, വഴക്കുണ്ടാക്കാതെ മിണ്ടാതിരുന്ന് കഴിക്ക്. സാർ, മിണ്ടാതിരുന്ന് കഴിക്കൂ, രവി പറഞ്ഞു. ദേവൻ ദേഷ്യത്തോടെ ഗൗരിയെ നോക്കിയ ശേഷം മിണ്ടാതിരുന്ന് കഴിക്കാൻ തുടങ്ങി. എടുത്ത് കഴിക്കുമോളെ, രാമേട്ടൻ പറഞ്ഞു. ഗൗരി സ്നേഹത്തോടെ രവിയെയും രാമേട്ടനെയും നോക്കിയ ശേഷം പാത്രത്തിൽ നിന്ന് കഴിക്കാനുള്ളതെടുത്ത് കഴിക്കാൻ തുടങ്ങി. കഴിക്കുന്നതിനിടയിൽ അവൾ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ രവിയെ നോക്കി. അത് കണ്ട് ദേവന് രവിയോട് വല്ലാത്ത അസൂയ തോന്നി. കഴിച്ചെഴുന്നേറ്റ് ദേവനും രവിയും പോയപ്പോൾ രാമേട്ടനും ഗൗരിയും പാത്രങ്ങളെല്ലാം എടുത്ത് കിച്ചണിലേക്ക് പോയി. കഴിക്കാനുള്ളതാക്കി വച്ചിരുന്ന പാത്രമെടുത്ത് തുറന്നു നോക്കി അതിൽ മിച്ചം ഇരിക്കുന്നത് കണ്ട് ഗൗരി പറഞ്ഞു. ബാക്കിയായല്ലോ രാമേട്ടാ,
ഇത്രയും ഉണ്ടാക്കേണ്ടിയിരുന്നില്ല. നാളെ കുറച്ചുണ്ടാക്കിയാൽ മതി. ഭക്ഷണം വെറുതെ പാഴാക്കാൻ പാടില്ല. തികയാത്ത രീതിയിൽ ഉണ്ടാക്കരുത്, എപ്പോഴും കൂടുതൽ ഉണ്ടാക്കണമെന്നാ കുഞ്ഞു പറയാറ്, രാമേട്ടൻ പറഞ്ഞു. എന്നാലും ആവശ്യത്തിനുണ്ടാക്കിയാൽ പോരെ രാമേട്ടാ. ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണം പാഴാകുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുക, ഗൗരി പറഞ്ഞു. എല്ലാം മോളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് മോളല്ലേ, രാമേട്ടൻ പറഞ്ഞു. അല്ല രാമേട്ടാ, ഇതുവരെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് പോലെ രാമേട്ടൻ തന്നെയാ ഇനിയും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത്. ഞാൻ എന്നും ഇവിടെ ഉണ്ടാകില്ല, ഗൗരി പറഞ്ഞു. മോളെ, എന്താ നീ അങ്ങനെ പറഞ്ഞത്, രാമേട്ടൻ ചോദിച്ചു. രാമേട്ട, പണികളെല്ലാം കഴിഞ്ഞില്ലേ, ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഗൗരി അവിടുന്ന് അവളുടെ റൂമിലേക്ക് പോയി. രാമേട്ടൻ ബാക്കി വന്നിരുന്ന ഭക്ഷണം ഒരു പ്ലേറ്റിലെടുത്ത് അതിൽ കുറച്ച് കറി ഒഴിച്ച് ഡൈനിങ് ഹാളിലേക്ക് വന്ന സമയത്ത് ദേവൻ അവൻ്റെ റൂമിൽ നിന്ന് സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന ശബ്ദം കേട്ട് അതുമായി വേഗം രാമേട്ടൻ കിച്ചണിലേക്ക് തന്നെ പോയി. ദേവൻ നേരെ പുറത്തേക്ക് ചെന്നു. രവി അവിടെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ദേവനെ കണ്ടതും രവി ചോദിച്ചു, എന്താ സർ, എവിടെയെങ്കിലും പോണോ? എവിടെയും പോകണ്ട, നിന്നെ കാണാൻ തന്നെ വന്നതാ. നീ എന്താ ഇവിടെ ചെയ്യുന്നത്, ദേവൻ ചോദിച്ചു. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം നടക്കണം സർ. കഴിച്ച ഉടനെ പോയി ഇരിക്കാനോ കിടക്കാനോ പാടില്ല. ഞാൻ ദിവസം ഇതുപോലെ നടക്കാറുണ്ട്. സാർ ഏതു നേരവും റൂമിലിരിക്കാതെ കുറച്ചു നേരം ഈ പ്രകൃതി ഒന്ന് ആസ്വദിച്ചുകൊണ്ട് നടന്നു നോക്കൂ. സാറിൻ്റെ മനസ്സിന് അതൊരു പുത്തൻ ഉണർവായിരിക്കും, രവി പറഞ്ഞു. രാത്രിയിൽ എന്താ ഇത്രമാത്രം പ്രകൃതി ആസ്വദിക്കാനുള്ളത്, ദേവൻ ചോദിച്ചു. അത് സാറ് രാത്രിയിൽ പ്രകൃതിയെ കാണാത്തതുകൊണ്ടാ. ഒന്ന് കാതോർത്താൽ കേൾക്കാം ചീവീടുകളുടെ ശബ്ദം. വെറുതെ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ. ചീവീടുകൾ അവരുടെ ഇണയോട് പ്രണയസല്ലാപങ്ങൾ നടത്തുന്നതായിരിക്കാം. അമ്മ ചീവീടുകൾ അവരുടെ കുഞ്ഞുങ്ങളെ താരാട്ടുപാടി ഉറക്കുന്ന പാട്ടായിരിക്കാം. അച്ഛൻ മക്കളെ ഉപദേശിക്കുന്നതായിരിക്കാം. സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളായിരിക്കാം. അങ്ങനെ എന്തെല്ലാം ആയിരിക്കാം ഈ ശബ്ദങ്ങൾ, രവി പറഞ്ഞു. എൻ്റെ കൂടെ നടന്ന് നിനക്കും ഭ്രാന്തായോ? ചീവീടുകൾ താരാട്ടുപാടുകയാണത്രേ, ദേവൻ പറഞ്ഞു. സാർ, നമ്മൾ പ്രകൃതിയുടെ ഭാഗമായി ജീവിക്കാൻ തുടങ്ങിയാൽ അങ്ങനെ പലതും നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയും. ഈ നിലാവിനെ ഒന്ന് നോക്കൂ. അതിന് എന്തൊരു സൗന്ദര്യമാണ്. ഈ രാത്രിയെ ഇത്രയും മനോഹരാക്കുന്ന പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ പ്രണയം ഇല്ലാത്തവർക്ക് പോലും മനസ്സിൽ പ്രണയം തോന്നും. അത് ഈ ഭൂമിയോടാവാം, ഈ നിലാവിനോടാവാം, ആ പൂർണ്ണചന്ദ്രനോടാവാം എന്ന് പറഞ്ഞ് രവി ആ പൂർണ്ണചന്ദ്രനെ നോക്കി നിൽക്കുമ്പോൾ ദേവൻ സന്ധ്യനേരത്ത് ഗൗരി വിളക്കുമായി പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് മനസ്സിലോർത്തു. ശരിക്കും ഒരു പൂന്തിങ്കൾ തന്നെ, അവൻ മന്ത്രിച്ചു. എന്താ സർ, രവി ചോദിച്ചു. നീ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞ് ദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കി. സാറിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. ഈ നിലാവിനെയും പൂർണ്ണചന്ദ്രനെയും ആസ്വദിക്കുമ്പോൾ തന്നെ സാറിൻ്റെ മനസ്സിന് ചെറിയൊരു മാറ്റം വന്നില്ലേ? അത് ഈ മുഖത്ത് കാണാനുണ്ട്. എപ്പോഴും ഈ ഗൗരവമുള്ള മുഖം വെച്ച് നടക്കാതെ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നടക്കൂ സാർ. ജീവിതത്തെ ആസ്വദിക്കൂ. എല്ലാം നഷ്ടപ്പെട്ടു, ജീവിതത്തിൽ ഇനിയൊരു പ്രതീക്ഷയില്ല എന്ന നിരാശയോടെ ജീവിക്കാതെ എല്ലാം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കൂ സാർ. സാറിൻ്റെ അച്ഛനുണ്ടാക്കിയ സ്വത്തുക്കളും സമ്പാദ്യങ്ങളുമെല്ലാം ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാതെ തിരിച്ചു പിടിക്കണമെന്ന് തോന്നുന്ന വാശി ജീവിതത്തോടും കാണിക്കൂ. ജീവിതത്തിൽ ഒരു കൂട്ടു വേണമെന്ന് ആഗ്രഹിക്കൂ. ഇനിയും ജീവിതം എത്ര ബാക്കി കിടക്കുന്നു, രവി പറഞ്ഞു. അങ്ങനെ ആഗ്രഹിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു രവി. പ്രാണനാകേണ്ടവൾ തന്നെ ഭ്രാന്തനാക്കി മാറ്റിയില്ലേ എന്നെ. മറ്റാരെയും കൂടെ നിർത്താൻ ഇപ്പം എനിക്ക് പേടിയാ. എനിക്ക് കൂട്ട് നീ ഇല്ലേടാ. നിന്നോളം എന്നെ സ്നേഹിക്കാനോ സഹിക്കാനോ മറ്റാർക്കും കഴിയില്ല. തല്ലിയത് ഒരുപാട് വേദനിച്ചോ നിനക്ക് എന്ന് ചോദിച്ച് ദേവൻ രവിയുടെ കവിളിൽ തലോടി. തല്ലിയാൽ പിന്നെ വേദനിക്കാതിരിക്കോ എന്ന് ചോദിച്ച് രവി അവൻ്റെ കൈ തട്ടി മാറ്റി പിണക്കം നടിച്ചു.